റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള എന്താ വരുന്നത്? റിസ്ക് പ്രയോറിറ്റൈസേഷൻ. റിസ്കിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി പോവുക. നമ്മൾ അസസ് ചെയ്ത് ഇങ്ങനെ റിസ്ക്കുകൾ നമ്മളെ മുമ്പിൽ നിരത്തി വെച്ചു. ഇതിൽ ഏതിനെയാണ് ആദ്യം മുൻഗണന ഏതിനാന്ന് കൊടുക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് അതിന് ഫസ്റ്റ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് പ്രയോറിറ്റൈസേഷൻ വരുന്നത്. ഞാൻ പ്രയോറിറ്റൈസേഷൻ എന്താണെന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു അത് തന്നെ എന്താണെന്ന് പറയാം. അതിനുശേഷം അതിനകത്ത് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്, അത് ഞാൻ പറയില്ല. മീൻസ് വേറൊന്നുമല്ല, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ലാസ്റ്റ് നമുക്കിവിടെ എഴുതിയേക്കുന്ന കാര്യങ്ങൾ നോക്കാം, അത് തന്നെ ആണോ അല്ലയോ നോക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താണ് പ്രയോറിറ്റൈസേഷൻ എന്ന്. വൺസ് റിസ്ക് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് അസസ്ഡ്. നമ്മളിപ്പം കറൻറ്റ് സ്റ്റേജ് ഐഡൻറ്റിഫൈ ചെയ്ത് അസസ് ചെയ്ത് എടുത്ത് വെച്ചേക്കുക. ദ കമ്പനി മസ്റ്റ് ഡിസൈഡ് വിച്ച് റിസ്ക് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഷുഡ് ബി അഡ്രസ്ഡ് ഫസ്റ്റ്. ഇപ്പോൾ കുറച്ച് റിസ്ക്കുകൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അസസ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ. ഇതിൽ നിന്ന് ഏതിനാണ് മുൻഗണന, പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, നമ്മൾ തീരുമാനിക്കണം ഏതിനാണ് പ്രയോറിറ്റി എന്നുള്ളത്. കാരണം എന്താടാ, അതിനായിരിക്കും മീൻസ് പ്രയോറിറ്റി കൊടുക്കുന്ന ഏതിനായിരിക്കും, അതിനായിരിക്കും കൂടുതൽ ലോസ് വരാൻ സാധ്യതയുള്ളവർ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. നമ്മൾ നേരത്തെ റിസ്ക് മാപ്പ് കണ്ടില്ലേ, അവിടെ എഫിന് എന്തായിരുന്നു പ്രശ്നം? എഫ് നല്ല പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇമ്പാക്റ്റും കൂടുതലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റി എങ്ങനെ കൊടുക്കാം അതാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ 4 ടേംസ് ഉണ്ട്. ആ ടേംസ് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പറയാം. എക്സ്പെക്റ്റഡ് ലോസ് പറഞ്ഞുതരാം, അൺഎക്സ്പെക്റ്റഡ് ലോസ്, മാക്സിമം പ്രോബബിൾ ലോസ്, മാക്സിമം പോസിബിൾ ലോസ്. ഇത്രയും ലോസ്, ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ടേംസ് ആണ് നമുക്ക് പ്രയോറിറ്റൈസേഷൻ പഠിക്കാനുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ തിയറി സെക്ഷൻസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു മാത്സ് വന്നിട്ടുണ്ട്. മീൻസ് ഇത് കാൽക്കുലേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ ടേമുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെ പഠിക്കുന്നതാണ്. ഒരു എക്സാമ്പിളാണിത്, അത്രേ ഉള്ളൂ. എ കമ്പനി ഓൺസ് എ ഫാക്ടറി ബിൽഡിംഗ്. ഒരു കമ്പനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഫാക്ടറി ബിൽഡിംഗ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാടാ? 1 മില്യൺ വാല്യൂ ഉള്ള ബിൽഡിംഗ് ആണ്. ദർ ഈസ് എ റിസ്ക് ഓഫ് ഫയർ ഒക്കറിങ് ഡ്യൂറിങ് ദ ഇയർ. അവിടെ എന്താണ്? തീപിടുത്തം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, ഈ ഫയർ ഒക്കറിങ്, ഈ തീപിടുത്തം എന്ത് റിസ്ക് ആണ്? എല്ലാവരും ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പഠിച്ചതാ, ഓൾറെഡി ടൈപ്സ് ഓഫ് റിസ്ക് പഠിച്ചതാ. ആൻസർ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ടൈപ്സ് ഓഫ് റിസ്കിൻ്റെ വീഡിയോസ് ഒന്നുകൂടെ കാണും. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഫയർ, ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ പറയുന്നുണ്ട് എവിടെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫയർ സംഭവിച്ചു, ഒരു തീപിടുത്തം സംഭവിക്കുവാണ്, അതാണ് ഇവിടുത്തെ നമ്മളെ എക്സാമ്പിൾ വരുന്നത്. അപ്പം അവിടുത്തെ കുറച്ച് ഡേറ്റാസ് വന്നേക്കുന്നത്, വേറെ ഒന്നുമില്ല. ചെറിയ രീതിയിൽ തീ പിടിക്കാനുള്ള സാധ്യത 10%, ചെറിയൊരു തീപിടുത്തം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തീപിടുത്തം, ചെറിയ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എത്ര ലോസ് വരാം? 100,000 ലോസ് വരാം. ഓക്കെ, അതുപോലെ മീഡിയം, അത്ര വലുതല്ല എന്നാൽ അത്ര ചെറുതും അല്ലാത്ത രീതിയിലൊരു തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യത എത്ര? 5% പോസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റിയാണ് അതിനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായ മീൻസ് കുറച്ചുകൂടെ വലുതല്ലേ നേരത്തെ കാട്ടിലും, എത്ര ലോസ് ഉണ്ടാവും? 400,000 ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഒരു വലിയ തീപിടുത്തം, ഭയങ്കര വലിയൊരു തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്ര പെർസെൻറ്റേജേ ഉള്ളൂ? 2% ഉള്ളൂ. ഇവിടെ അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയാടാ? 800,000 ആണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. വലിയ തീപിടുത്തം 2% ചാൻസ്, ഇമ്പാക്റ്റ് 800,000. ഇനി തീപിടുത്തമൊന്നും ഉണ്ടാവാനുള്ള സാധ്യത, മീൻസ് തീപിടുത്തം ഉണ്ടാവില്ല, അതിനുള്ള പ്രോബബിലിറ്റി 83% തീപിടുത്തം ഉണ്ടാവാതിരിക്കാനാണ് ചാൻസ്. അപ്പം അങ്ങനെ ഉണ്ടായാൽ, തീപിടുത്തം ഉണ്ടായില്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ഇത്രയും ഡേറ്റയാണ് തന്നേക്കുന്നത്. മീൻസ് ഇത് ഒരു മുൻകൂട്ടി ചെയ്തേക്കുന്നത് ബഡ്ജറ്റഡ് ഡേറ്റയാണ്. പക്ഷേ ആക്ച്വലിലേക്ക് പോയപ്പോഴത്തേക്കും 400,000 ഇവർക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള 4 കാര്യങ്ങളാണ്. ഒന്ന് എക്സ്പെക്റ്റഡ് ലോസ്, ഫസ്റ്റ് നമ്മൾ പഠിച്ച ടേമാണ്. അപ്പോൾ ആ ടേം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ടേം എന്താണെന്ന് പറയാം. അൺഎക്സ്പെക്റ്റഡ് ലോസ്, പേരിലുണ്ടോ ഈ ടേമുകളൊക്കെ. ഓക്കെ, മൂന്നാമത്തത് മാക്സിമം പ്രോബബിൾ ലോസ്, മാക്സിമം പ്രോബബിൾ. 4 മാക്സിമം പോസിബിൾ ലോസ്. ഇത്ര 4 ടേംസ് അതിൻ്റെ എക്സാമ്പിളിൽ നിന്ന് പഠിക്കും. അതിനുശേഷം നമുക്ക് നോക്കാം നമ്മൾ പഠിച്ചത് തന്നെയാണോ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു കാൽക്കുലേഷൻ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല കേട്ടോ, ഞാൻ ടേം പഠിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. എക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ എല്ലാം ഒരു ആവറേജ് എടുക്കും നമ്മൾ. ഇപ്പോൾ നമ്മൾ നോക്കുവാണ് 100,000 മീൻസ് 10%. ചെറിയ തീപിടുത്തം സംഭവിച്ചാൽ 100,000 ഇമ്പാക്റ്റ് ചെയ്യും, അത് 10%. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇതേ ഇൻറ്റു ഇത് വെയിറ്റ് ചെയ്തിട്ട് ടോട്ടൽ എടുക്കും. അതിനെയാണ് എക്സ്പെക്റ്റഡ് ലോസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂടാ, ചെറിയ തീപിടുത്തം സംഭവിച്ചാൽ 100,000 ഉണ്ടാവും, മീൻസ് മീഡിയം സംഭവിച്ചാൽ ഇത്ര 400,000 ഉണ്ടാവും. അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ഒരു വാല്യൂ പറയണം.
അതിനെന്ത് ചെയ്യും, നമ്മൾ വെയിറ്റ് വെച്ചിട്ട് ആവറേജ് എടുക്കും. അത്രേ ഉള്ളൂ. നോക്കാം എത്ര വരുന്നതെന്ന്. 100,000 ഇൻറ്റു 10 അങ്ങനെ ചെയ്യാം. അതേപോലെ 400,000 മീഡിയം ഫയർ 5% അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് ഇത് ചെയ്യും, ടോട്ടൽ എടുക്കും. 2% ഇൻറ്റു 800,000 അതും എടുക്കും. ഇവിടെ 0 ഇൻറ്റു 83%, 0 വരത്തുള്ളൂ, എന്നാലും നമുക്ക് എടുക്കാം. ആ സ്റ്റെപ്പല്ലേ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, 100,000 ഇൻറ്റു 10%, 10,000 വന്നു. ഇവിടെ 400,000 5% ആയിട്ടുള്ള 20,000 വന്നു. 800,000 2% ആയിട്ടുള്ള 16,000 വന്നു. മറ്റേത് 0യുടെ 83% എത്ര, 0 തന്നെ വന്നു. കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും 46,000 എത്ര കിട്ടിയാണ്, എന്ത് കിട്ടി, ആവറേജ് കിട്ടി, ഒരു വാല്യൂ കിട്ടി. ഇതെന്താ, വെയ്റ്റഡ് ആവറേജാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ലോസ് എത്ര, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാ, നമ്മളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളതിലുണ്ട്, ചാൻസ് ഉണ്ടെന്നുള്ള ഐഡിയ ഉണ്ട്, നമ്മൾ അസസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലോസ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു തീപിടുത്തം സംഭവിച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 46,000, ഒരു ആവറേജ് നോക്കുമ്പം $46,000 നമുക്കൊരു വർഷം ലോസ് ആവും, നഷ്ടം ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ ക്വാണ്ടിഫയബിൾ ടേമിലേക്ക് എത്തിച്ചില്ലേ. എങ്ങനെ, പ്രയോറിറ്റൈസ് ചെയ്തു, മീൻസ് ഈ അസസ്മെൻറ്റ് അവിടെ വരുന്നതാ, പക്ഷെ പ്രയോറിറ്റൈസേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എക്സ്പെക്റ്റഡ് ലോസ് എന്താണെന്ന് കിട്ടിയോ? ഓക്കെ അല്ലേ. ഇനി അൺഎക്സ്പെക്റ്റഡ് ലോസ്. എടാ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് 46,000 ആയിരുന്നു, പക്ഷേ ആക്ച്വലി സംഭവിച്ചത് എത്ര, 400,000. എത്ര കൂടി, 354,000 നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ വന്നു. അതിനെയാണ് അൺഎക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ അത്രയും ലോസ് സംഭവിക്കും എന്നുള്ളത്. എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും എത്രയാണോ കൂടിയത് ആക്ച്വലിലേക്ക്, അതിനെയാണ് അൺഎക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറയുന്നത്. മാക്സിമം പ്രോബബിൾ ലോസ് ഒന്നുമില്ല, ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ പ്രോബബിലിറ്റീസ്, അതിൽ ഏത് സംഭവിച്ചാലാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിക്കടാ, 100,000 400,000 800,000 0. ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഏതാ, മീൻസ് സംഭവിച്ചാൽ ഏറ്റവും വലിയ നഷ്ടം ഏതാടാ, 800,000 അല്ലേ. അതെന്താ, ലാർജ് ഫയർ. അപ്പോൾ ഇവിടുത്തെ മാക്സിമം പ്രോബബിൾ ലോസ് എന്താ, ലാർജ് ഫയർ ആണ്. എത്രയാണ് അതുണ്ടാവുന്നത്, 800,000 ആണ്. ഓക്കെ അല്ലേ. ഈ പ്രോബബിലിറ്റിയുടെ ഓപ്പോസിറ്റ് പോസിബിൾ ലോസിൽ ഏറ്റവും വലിയ എമൗണ്ട് നമുക്ക് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ഒരു റിസ്ക് അല്ലെങ്കിൽ ആ ഒരു തീപിടുത്തം ഉണ്ടായാൽ നമുക്ക് എത്രയാണ് ലോസ് ആവുന്നത്, 800,000 ആണ് ലോസ് ആവുന്നത് പ്രോബബിലിറ്റി പ്രകാരം നോക്കുമ്പോൾ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതൊന്നും ഒരു മാക്സിമം അല്ല. ഇനിയുള്ളതാണ് മാക്സിമം പോസിബിൾ ലോസ് എന്ന് പറയും. ഒന്നുമില്ല, തീപിടുത്തം സംഭവിച്ചു, നമുക്ക് മാക്സിമം നമ്മളെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിരിക്കും. അത് എത്രയും നമുക്ക് നഷ്ടം മാക്സിമം ഉണ്ടാവുള്ളൂ. എത്ര ഉണ്ടാവാം, 800 ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ആലോചിച്ച് നോക്കണ്ട, കമ്പനിയുടെ വാല്യൂ 1 മില്യൺ ഉണ്ട്. തീപിടുത്തം സംഭവിച്ചപ്പോൾ കമ്പനി ഫുള്ള് കത്തിപ്പോയി, ഒന്നും മിച്ചമില്ല. അപ്പോൾ മാക്സിമം പോസിബിൾ ലോസ് എത്ര, 1 മില്യൺ. ഒന്നും മിച്ചമില്ല, ഫുള്ള് പോവും. അതാണ് മാക്സിമം പോസിബിൾ ലോസ്. പ്രോബബിൾ ലോസും പോസിബിൾ ലോസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ പ്രോബബിൾ ലോസ് നോക്കിയത്. പോസിബിളാ അല്ല. കമ്പനിയുടെ വാല്യൂ എത്ര ആയിരുന്നു, അസറ്റിൻ്റെ വാല്യൂ എത്ര ആയിരുന്നു, അത് ഫുള്ള് പോയി. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇവിടെ പാരഗ്രാഫായിട്ട് എഴുതിയേക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രോബ്ലം വെച്ച് തന്നെ ചെയ്തത്. ഓക്കെ, നോക്കാം. എക്സ്പെക്റ്റഡ് ലോസ് ഈസ് ദ ആവറേജ് എമൗണ്ട് അല്ലേ, ആവറേജ് അല്ലേ കണ്ടത്. എ കമ്പനി എക്സ്പെക്ട് ടു ലോസ് ഫ്രം എ സ്പെസിഫിക് റിസ്ക് പെർ ഇയർ ഓവർ ടൈം. ഓരോ വർഷവും ഉണ്ടാവാൻ സാധ്യതയുള്ള കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആവറേജ് എമൗണ്ടിനെയാണ് എക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറയുന്നത്. അതല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ബിക്കോസ് ദിസ് ലോസ് ഈസ് പ്രെഡിക്റ്റബിൾ. എക്സ്പെക്റ്റ് ചെയ്തു, അതിനർത്ഥം എന്താ, അത് പ്രെഡിക്റ്റബിൾ ആണ്. ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കമ്പനീസ് ബഡ്ജറ്റ്. എടാ, ഇത് ഓൾറെഡി അവർ എക്സ്പെക്റ്റ് ചെയ്തേക്കുന്ന കാര്യം. അപ്പോൾ അവർ എന്ത് ചെയ്യും, ബഡ്ജറ്റ് ചെയ്യും. അതനുസരിച്ചിട്ടായിരിക്കും ബഡ്ജറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും നഷ്ടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അവർ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആസ് എ നോർമൽ കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ്. ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ കോസ്റ്റ് പോലെ ആയിരിക്കും അവരതിനെ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എക്സ്പെക്റ്റഡ് ലോസ് തെറ്റല്ലേ. അടുത്തത് അൺഎക്സ്പെക്റ്റഡ് ലോസ് നോക്കാം. അവിടെ എക്സ്പെക്റ്റഡ് ലോസിൻ്റെ ഇക്വേഷനാണ്. നിങ്ങൾക്ക് മീൻസ് കാണാതൊന്നും പഠിക്കല്ലേ, മീൻസ് നേരത്തെ പറഞ്ഞു തന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ള. കാൽക്കുലേഷൻസ് ഒന്നും എക്സാമിൽ ഉണ്ടാവില്ല. അൺഎക്സ്പെക്റ്റഡ് ലോസ്, ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് ലോസ് ദാറ്റ് എക്സീഡ്സ് ദ എക്സ്പെക്റ്റഡ് ലോസ്. അതല്ലേ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ആക്ച്വലും എക്സ്പെക്റ്റഡും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് എക്സീഡ് ചെയ്തു. എന്തിനാ, എക്സ്പെക്റ്റഡിനെക്കാട്ടിലും എത്രത്തോളം എക്സീഡ് ചെയ്തു, എത്രത്തോളം കൂടി, അതാണ് അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തത്. ഇൻ എ ബാഡ് ഇയർ, ഒരു മോശം വർഷമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ വിത്തിൻ എ റീസണബിൾ റേഞ്ച്. പക്ഷേ എന്നിരുന്നാൽ പോലും അതെന്താടാ, ഒരു റീസണബിൾ റേഞ്ചാണ്. ആ കമ്പനിയുടെ മൊത്തം വാല്യൂവിൻ്റെ പകുതി പോലും നഷ്ടമായിട്ടില്ല. 1 മില്യൺ ആയിരുന്നു, 400,000 ആയിരുന്നു അവിടെ ആക്ച്വലി സംഭവിച്ചത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ലോസ് എത്ര വന്നേക്കുന്നത്, 356 സംതിങ് അല്ലേ വന്നത്. അപ്പോൾ എന്നാൽ പോലും അത്
റിലവൻറ്റ് റേഞ്ചിനുള്ളിലാണ് നിൽക്കുക നോർമലി, നോട്ട് ദ വേസ്റ്റ് പോസിബിൾ കേട്ടോ. വേസ്റ്റ് പോസിബിൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞതാ, മാക്സിമം പോസിബിൾ ലോസ് എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ് ദ വേരിയേഷൻ ഓർ അൺസർട്ടനിറ്റി അറൗണ്ട് ദി എക്സ്പെക്റ്റഡ് ലോസ്. എക്സ്പെക്റ്റഡ് ലോസ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കുന്ന ലോസ് എത്രത്തോളം വേരി ചെയ്യാം, ഇതെല്ലാം നമ്മൾ എന്തിൻ്റെ ഒരു മീനിങ് ആയിട്ടാണ് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ലോസ് എന്താണെന്ന് പല പല പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞേക്കുക, കറക്റ്റ് അല്ലേ പറഞ്ഞേക്കുന്നത്. ബിക്കോസ് ഇറ്റ് ക്യാൻ ആക്ച്വലി ഒക്കർ, കമ്പനീസ് ഷുഡ് ഹോൾഡ് ക്യാപിറ്റൽ റിസർവ് ടു കവർ ഇറ്റ്. ഇത് ആക്ച്വലി സംഭവിക്കുമെന്ന് കമ്പനിക്ക് അറിയാമായിരുന്നെങ്കിൽ കമ്പനി എന്ത് ചെയ്തേനാ, അതിന് ക്യാപിറ്റൽ റിസർവ്സ് കീപ്പ് ചെയ്ത് വെച്ചേനാ. ഓക്കെ, സെറ്റല്ലേ. അപ്പം അൺഎക്സ്പെക്റ്റഡ് ലോസും കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് മാക്സിമം പ്രോബബിൾ ലോസ്. നോക്കാം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ലോസ് ലൈക്ലി ടു ഒക്കർ അണ്ടർ നോർമൽ ഫോർസിയബിൾ സർക്കംസ്റ്റാൻസസ്. അവർ നടക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു. നടന്നു കഴിഞ്ഞാൽ മാക്സിമം ഉണ്ടാവുന്ന ലോസ് എത്രയാണോ, അവിടെ നടക്കാനുള്ള സാധ്യത പറഞ്ഞില്ലേ, 20% എത്രയൊക്കെ പെർസെൻറ്റേജുകൾ പറഞ്ഞു. അപ്പോൾ അതിൽ ആ ഒരു സാധ്യത പ്രകാരം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ലോസ് എത്രയാണോ അതിനെയാണ് മാക്സിമം പ്രൊബബിൾ ലോസ്. ആ ഒരു എക്സാമ്പിളിൽ 800,000 വന്നത്. ഓക്കെ, എ ഗ്രേറ്റർ ലോസ് കുഡ് ഹാപ്പൻ ബട്ട് ഇറ്റ് ഈസ് കൺസിഡർ വെരി അൺലൈക്ലി. അത് സംഭവിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും. കാരണം എന്താ, നമുക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനുണ്ട്, നമ്മളതിന് മെഷേഴ്സ് എടുക്കും, അതുകൊണ്ടാണ് സംഭവിക്കാനുള്ള സാധ്യത കുറവ്. ഇറ്റ്സ് ആൻ എസ്റ്റിമേറ്റ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് റീസണബിൾ അസംഷൻസ്. ഇത് സത്യം പറഞ്ഞ ഒരു അസംഷൻസ് അല്ലേ. നമ്മൾ 800,000 ഉണ്ടായേക്കുമെന്ന് പ്രൊബബിൾ ചെയ്തേക്കുമല്ലേ, കറക്റ്റ് ആണോന്നുണ്ടോ. അപ്പം മാക്സിമം പ്രൊബബിൾ ലോസ് ഒക്കെ ഒരു അസംഷനാണ്, ഒരു റീസണബിൾ അസംഷനാണ്. അത് ചെയ്യാനായിട്ട് എന്ത് വേണം, നമുക്ക് പുതിയ ഒരാൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ മാക്സിമം പ്രൊബബിൾ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് വെറുതെ പോയി ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല, അതിൽ ചെയ്ത് ശീലം എക്സ്പീരിയൻസ് ഒക്കെ ആവണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഒരു ടേം കൂടെ ഉണ്ട്, മാക്സിമം പോസിബിൾ ലോസ് അല്ലെ കാറ്റാസ്ട്രോഫിക് ലോസ് എന്നൊക്കെ പറയും. പേര് നോക്കി വെച്ചോണം, ചിലപ്പോൾ എക്സാമിന് അങ്ങനെയൊക്കെ കയറി ചോദിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ വേസ്റ്റ് കേസ് സിനാരിയോ. ഏറ്റവും മോശം സിനാരിയോ എല്ലാവരും നേരത്തേത്. ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലോസ് ഇഫ് ദ റിസ്ക് ഈവൻ ഹാപ്പൻസ് ആൻഡ് എവറിത്തിങ് ഗോസ് റോങ്. ഒന്നും കയ്യിലുണ്ടാവില്ല, എല്ലാം പോയി. നേരത്തെ പ്രകാരം എത്രയായിരുന്നു, ആ ബിൽഡിങ് ഫുള്ള് വാല്യൂവും പോയി, 1 million. ഏറ്റവും വേസ്റ്റ് കേസ് സിനാരിയോ ആണിത്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫ്റ്റൻ യൂസർ ഫോർ ഡിസാസ്റ്റർ പ്ലാനിങ് ആൻഡ് ഇൻഷുറൻസ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ എന്തിനായി മാക്സിമം പോസിബിൾ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിസാസ്റ്റർ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരു വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ ഒരു തീപിടുത്തം പോലത്തെ ഡിസാസ്റ്റേഴ്സ് ഒക്കെ സംഭവിക്കുന്ന കേസിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യും. അവിടത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാക്സിമം പോസിബിൾ ലോസ് കാണുന്നത്. ഓക്കെ, ഇത്രയുമാണ് റിസ്ക് പ്രയോറിറ്റൈസേഷൻ വരുന്നത്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, സെറ്റല്ലേ. നമ്മൾ 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 സ്റ്റെപ്സ് കൂടെ കഴിഞ്ഞാൽ റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ നോക്കാം, ലാസ്റ്റ് 2 സ്റ്റെപ്സ് കൂടെ 2 വീഡിയോസിലായിട്ട് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.